നമസ്കാരം. ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണല്ലോ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മാധ്യമങ്ങളും നാട്ടുകാരുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റത്തിൻ്റെ വീഴ്ചയുടെ ദുരവസ്ഥ കുറേ കാലമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് സിസ്റ്റത്തിൻ്റെ വീഴ്ച കൊണ്ടാണ് എന്ന് തുറന്ന് സമ്മതിച്ചത് നമ്മുടെ ആരോഗ്യമന്ത്രിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ അവിടെ ഉള്ള ദുരവസ്ഥയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചപ്പോഴാണ് ഇത് സിസ്റ്റത്തിൻ്റെ വീഴ്ച കൊണ്ടാണ് എന്ന് മന്ത്രിക്ക് അറിയാതെയാണെങ്കിലും സമ്മതിക്കേണ്ടി വന്നത്. അതിന് വീണുപോയി. അതെ. അതിനുശേഷം കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീക്ക് ദാരുണമായ അന്ത്യമുണ്ടായപ്പോൾ ഈ ആരോഗ്യ വകുപ്പിലെ സിസ്റ്റത്തിൻ്റെ വീഴ്ചയുടെ ആഴം എത്രത്തോളമാണെന്ന് നമ്മൾ കണ്ടറിഞ്ഞതാണ്. അതിനുശേഷം വാർത്തകളിൽ നിറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിലെ സിസ്റ്റത്തിൻ്റെ വീഴ്ച ഒന്നൊന്നായി പുറത്തു വരുന്നതായിരുന്നു. അത് കീം എൻട്രൻസ് എക്സാമിനേഷൻ ആ വീഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം കൊല്ലത്ത് ഒരു വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചപ്പോഴും അത് നമ്മൾ കണ്ടതാണ്. അവിടെ വിദ്യാഭ്യാസ വകുപ്പിലെ സിസ്റ്റത്തിൻ്റെ വീഴ്ച മാത്രമല്ല, KSEBയുടെ സിസ്റ്റത്തിലെ വീഴ്ചയും എല്ലാം കണ്ടു. പിന്നെ വനം വകുപ്പിലെ സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി വീഴ്ചകൾ, സിസ്റ്റത്തിൻ്റെ വീഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണകൂടത്തിന് കീഴിൽ. അതിനിടയിലാണ് ഇന്ന് രാവിലെ എല്ലാ സിസ്റ്റത്തെയും തകർത്തുകൊണ്ട് ഒരു കൊടും കുറ്റവാളി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി എന്ന വാർത്ത പുറത്തു വന്നത്. ഗോവിന്ദച്ചാമി നമ്മളെല്ലാവരും ഒരു നടുക്കത്തോട് കൂടി ഓർക്കുന്ന കൊടും കുറ്റവാളിയാണ്. കേരളം കണ്ട അതിനീചമായ ഒരു കുറ്റകൃത്യത്തിൽ ആ കുറ്റകൃത്യം ചെയ്ത, അത് തെളിയിക്കപ്പെട്ട് ആ ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളിയാണ് ഗോവിന്ദച്ചാമി. ഗോവിന്ദച്ചാമിയെക്കുറിച്ച് പല വാർത്തകളും അതിനുശേഷവും ജയിലിലുള്ള സമയത്തും പുറത്തു വന്നിരുന്നു. ആ ഗോവിന്ദച്ചാമി ഇന്നലെ അർദ്ധരാത്രി, അതായത് ഇന്ന് പുലർച്ചെ അതിസുരക്ഷാ ജയിൽ ആയ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും സെല്ലിൻ്റെ കമ്പി വളച്ച് 7 മീറ്ററോളം ഉയരവും അതിനുശേഷം ഫെൻസിങ്ങുമുള്ള മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് വന്നത്. ഇതേത് സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 4 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ വാക്ക് ശരിക്കും രാഷ്ട്രീയത്തിൽ കിടന്ന് കളിക്കാൻ തുടങ്ങിയ നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ വീണ ജോർജ് പറഞ്ഞപ്പോഴാണ്. അപ്പം ഒരുപക്ഷെ അന്ന് പറയുന്ന സമയത്ത് വീണ ജോർജിന് ഒരു ധാരണ ഉണ്ടായിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ആലോചിച്ചില്ല, അങ്ങ് പറഞ്ഞുപോയി സിസ്റ്റം. ഉദ്ദേശിച്ചത് ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല, ഇതൊരു വ്യവസ്ഥ ഇവിടെ ഉണ്ട്, ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ് മന്ത്രി എന്നുള്ളതും, മന്ത്രിക്ക് ഈ സിസ്റ്റത്തെ നവീകരിക്കാനുള്ള ചുമതലയുണ്ടെന്നുള്ളതും മറന്നുകൊണ്ടാണ് അതിനെ നിലനിർത്തേണ്ടതും നവീകരിക്കേണ്ടതും ഒക്കെ മന്ത്രിയുടെ ഉത്തരവാദിത്തമാണെന്നും അറിയാതെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കാതെയാണ് അങ്ങനെ പറയുമ്പോൾ. അതിനുശേഷമാണ് ഈ സിസ്റ്റം എന്നുള്ള വാക്കിങ്ങനെ കളിക്കാൻ തുടങ്ങിയത്, രാഷ്ട്രീയത്തിൽ കിടന്ന് കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്താൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കരമായ ട്രോളുകൾ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പറഞ്ഞ സിസ്റ്റം അടക്കമുള്ള കാര്യങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാപ്സ്യൂളുകൾ. നമുക്കൊരു പിഴവുണ്ടായാൽ ആ പിഴവിനെ പിഴവായി അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 കൊല്ലം കഴിഞ്ഞിട്ട് അന്ന് സംഭവിച്ചത് പിഴവായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ എന്നറിയില്ല. ആത്മവിമർശനവും സ്വയം തിരുത്തലും ഇല്ലാതെ ലോകത്തൊരു സിസ്റ്റവും, ഈ പറഞ്ഞ ഒരു സിസ്റ്റവും നന്നായി മുന്നോട്ട് പോയിട്ടില്ല. സ്വയം പരിഷ്കരിക്കാൻ നമുക്ക് പിഴവുണ്ടെന്ന് സമ്മതിക്കണം. അങ്ങനെ സമ്മതിക്കുമ്പോഴാണ് പിന്നെ എന്താണ് പിഴവ്, തിരുത്താൻ എന്താണ് വഴി എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുക. ഈ പറഞ്ഞ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മുന്നിലൂടെ ഞാൻ കഴിഞ്ഞ ആഴ്ച യാത്ര ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയും ചെയ്തു, ഈ മതിലൊക്കെ ചാടാൻ പറ്റുന്നതായിരിക്കുമോ എന്ന് വെറുതെ ബസ്സിലിരുന്ന് ചിന്തിച്ചു. റോഡ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ തൊട്ടപ്പുറത്താണ് ആകാശവാണി ഉള്ളത്, കണ്ണൂർ ആകാശവാണി. അപ്പം കൗതുകത്തോടെ ഞാൻ ഈ പറഞ്ഞ പോലെ പലപ്പോഴും സിനിമയിലൊക്കെ ആണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിൽ ആണുങ്ങൾക്കുള്ളതാണെന്നൊക്കെ മറ്റേ ചെങ്കോൽ സിനിമയിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ കുറ്റവാളികളെ പിടിച്ചിട്ടാൽ അവരവിടെ കിടക്കും, അവർ ഓക്കെയാണ് എന്നൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ രാഷ്ട്രീയ കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിനകത്ത് ചെന്ന ആൾക്കാർ അവരാണ് ഈ സെൻട്രൽ ജയിലിനകം ഭരിക്കുന്നത് എന്ന് കേട്ടു. ഈ പറഞ്ഞ ഭരണകൂടത്തിന് താല്പര്യമുള്ള, ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ സഖാക്കളായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള ആൾക്കാരോ, ഇത്തരം ആൾക്കാർ പലരും ഈ പറഞ്ഞ കണ്ണൂരിലെ ജയിലുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെയാണ് അവിടെ ആ ജയിലിനകം ഭരിക്കുന്നത് എന്നും കേട്ടു. അങ്ങനെ ആവുന്നത് ഒന്നുകിൽ സിസ്റ്റത്തിന്റെ വീഴ്ച കൊണ്ടാണ്, അല്ലെങ്കിൽ സിസ്റ്റത്തെ അവർ അങ്ങനെ ആക്കിയെടുക്കുന്നത് കൊണ്ടുകൂടിയാണ്. അവരാണ് സിസ്റ്റം. ഈ സിസ്റ്റം നിയന്ത്രിക്കുന്നത് അവരായി മാറുകയാണ്. ജയിലിനകത്ത് നിന്ന് പോലും പല സിസ്റ്റവും നിയന്ത്രിക്കുന്നുണ്ട്. നമുക്കറിയാം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്നലെ നടന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പലതും വാർത്തകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. 1:15 ഈ ഗോവിന്ദച്ചാമി ഈ സെല്ലിൻ്റെ കമ്പി വളച്ച് പുറത്ത് ചാടുകയും 200 മീറ്ററോളം നടന്ന് ആ വലിയ 7 മീറ്റർ വലിപ്പവും അതിന് മുകളിൽ ഫെൻസിങ്ങുമുള്ള ആ മതിൽ ചാടുന്നത്. ആ മതിൽ ചാടാൻ തന്നെ ആ ഫെൻസിങ്ങിൽ കെട്ടാൻ വേണ്ടിയിട്ട്
ഒരു തുണി, വലിയ തുണി, അതൊരു റോപ്പ് പോലെയാക്കി അദ്ദേഹം കയ്യിൽ കരുതിയിരുന്നു. അതിനു മുകളിൽ കെട്ടാൻ വേണ്ടി ചില ഇരുമ്പ് വീപ്പകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ജയിലിൽ ഇതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ വീപ്പയിൽ കയറി നിന്നിട്ടാണ് ഈ തുണി കൊണ്ടുണ്ടാക്കിയ വടം ഈ ഫെൻസിങ്ങിൻ്റെ കാലിൽ കെട്ടുകയും അതുവഴി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. ഇതൊക്കെ ഇന്ന് ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവിടെ നിന്ന് ഓടിയും ഒക്കെ രക്ഷപ്പെടുന്നു. പുള്ളി ഉദ്ദേശിച്ചിരുന്നത് റെയിൽവേ സ്റ്റേഷനിലെത്തുക, അവിടുന്ന് ഗുരുവായൂരിൽ പോവുക, അവിടുന്ന് കൊള്ള നടത്തുക, എന്നിട്ട് പണം സമ്പാദിച്ച് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുക എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദ്യം ചെയ്യലിലെ വിവരങ്ങളായിട്ട് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ ജയിൽ ചാടാൻ എങ്ങനെ, അതിസുരക്ഷാ ജയിലാണ്, അവിടെ ജീവപര്യന്തം തടവിന്, നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പിന്നീട് അത് ജീവപര്യന്തമായി കുറച്ച് അതിസുരക്ഷാ ജയിലിൽ കഴിയുന്ന ഒരു പ്രതിയാണ്. അവിടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്, പാറാവിന് ആളുണ്ട്, CCTV ക്യാമറകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു കമ്പി മുറിക്കാൻ എങ്ങനെ ഈ പ്രതിക്ക് സാധിച്ചു എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇതിന് ജയിലിനകത്തു നിന്നുള്ള സഹായങ്ങൾ ഇയാൾക്ക് ലഭിച്ചു എന്ന ആരോപണവും ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അത് നേരത്തെ ബിനോയ് പറഞ്ഞതുമായിട്ട് അത് കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ സെൻട്രൽ ജയിലുകളിലൊക്കെ പല തടവുകാരും, പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ആളുകളടക്കമുള്ളവർ പലപ്പോഴായി അവിടുത്തെ കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ഈ ജയിലിനകത്ത് പോലും സ്വതന്ത്രമായി വിഹരിക്കുന്നത്, അവർക്കിഷ്ടമുള്ള ഭക്ഷണം, മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ, മൊബൈൽ ഫോണുകൾ, അതെല്ലാം അവരവിടെ എത്തിക്കുന്നു. അവർ സുഖമായി കൈകാര്യം ചെയ്യുന്നു. അതെ, അതുമാത്രമല്ല ഈ ജയിലിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ അവർ പുറത്തുള്ള കൊട്ടേഷൻ വർക്കുകൾ ഏറ്റെടുക്കുന്നു, ലഹരിക്കടത്തും സ്വർണ്ണക്കടത്തടക്കം അവിടെ ഇരുന്ന് നിയന്ത്രിക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ കേട്ടതാണ്. മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് സെറ്റുകളിലൊക്കെ സൂപ്പർ താരങ്ങൾക്ക് സ്വന്തം കാരവാൻ ഉണ്ടെന്ന് പറയും പോലെ ചിലർക്ക് അവിടെ സ്വന്തം കിടപ്പുമുറി അടക്കം എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള മാത്രമല്ല അവർ നിശ്ചയിക്കുന്നതാണ് അവരുടെ മെനു, അവരുടെ ആഹാരക്രമം അവർ നിശ്ചയിക്കുകയാണ്. മറ്റാരൊക്കെ എന്തൊക്കെ കഴിക്കണമെന്നും അവർ കഴിക്കണമെന്നും കഴിക്കേണ്ടെന്നും ജയിലിനകത്തൊരു സമാന്തര സർക്കാർ ഉണ്ടാക്കി അവർ ഭരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ജയിലിനൊരു ഉപദേശക സമിതിയുണ്ട്, അതിൽ പ്രമുഖരായ നേതാക്കളൊക്കെ ഉണ്ട്. അവർക്കെതിരെയൊക്കെ ഇന്ന് പലരും ആരോപണം ഉന്നയിക്കുകയും അവരതിന് മറുപടി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എന്തായാലും കടക്കണ്ട. എന്തായാലും ഇതാണ് ജയിലിനകത്തുള്ള ഒരവസ്ഥ. അത് കറക്ഷൻ സെന്റർ എന്നോ അങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നമുക്ക് വരാം. ഈ പറഞ്ഞ എങ്ങനെ ഈ കമ്പി വളച്ചു, എന്തൊക്കെയായിരുന്നു ഈ ആസൂത്രണം എന്ന് പറയുന്നത്. ഇപ്പോൾ 1.5 മാസത്തെ ആസൂത്രണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ സഹതടവുകാരൻ്റെ മൊഴി അനുസരിച്ച് 1.5 മാസം മുമ്പ് ഇത് പ്ലാൻ ചെയ്തു. അയാൾക്കൊപ്പം ചാടാൻ ഈ സഹതടവുകാരന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അയാൾക്ക് ചാടാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഗോവിന്ദചാമിയെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് എന്ന മട്ടിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, ഈ കമ്പി തുരുപ്പിക്കാൻ അയാൾ ഉപ്പിട്ടിരുന്നു, പിന്നെന്താണ്, കമ്പി വളയ്ക്കാൻ പാകത്തിൽ എണ്ണ ഒഴിച്ചിരുന്നു. ഇതൊക്കെ എനിക്കറിയില്ല ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഗോവിന്ദചാമി ഡയറ്റിങ്ങിലായിരുന്നു, അദ്ദേഹം ഇയാളുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡയറ്റിങ്ങിലായിരുന്നു എന്ന വാർത്തകൾ പോലും പുറത്തു വരുന്നു. എന്ന് മാത്രമല്ല, ആ പ്രദേശത്തിൻ്റെ ജിയോഗ്രഫി, അതെങ്ങനെയാണ് ആ സംഗതി കിടക്കുന്നത്, എവിടെ ചവിട്ടി എവിടെ കയറിയാൽ എങ്ങോട്ട് പോവാം, മഴയാണെങ്കിൽ പായൽ പിടിച്ചാൽ എന്ത് ചെയ്യാം, അവിടുന്ന് ചാടിയാൽ എത്ര താഴത്തേക്ക് ചാടാം എന്നൊക്കെ ഒരു കൈയില്ലാത്ത മനുഷ്യനാണെന്ന് ആലോചിക്കണം. 2 കൈയുള്ള ഒരാൾക്ക് ഇത് ഇത്രത്തോളം വിദഗ്ധമായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. എന്തായാലും ഭാഗ്യത്തിനാണ് ആ വൈദഗ്ധ്യം അയാൾ ഈ കുറ്റകൃത്യത്തിൽ പോലും തെളിയിച്ചതാണ്. ഒരു പാവം പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നു, ഈ ഒറ്റക്കൈ ഉപയോഗിച്ച് ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുന്നു, ട്രെയിനിൽ ചാടി കയറുന്നു. ഇതെല്ലാം ഒറ്റക്കൈകൾ ആണെങ്കിലും അയാളുടെ വൈദഗ്ധ്യം അയാൾ ആ കുറ്റകൃത്യത്തിൽ, ആ ഏറ്റവും നീചമായ കുറ്റകൃത്യത്തിൽ അയാൾ കാണിച്ചതാണത്. ഈ വേറൊരു കാര്യം, ഇപ്പം ഈ പിടികൂടിയത് വളരെ നന്നായി. ഇല്ലെങ്കിൽ ഒന്ന് സംഭവിച്ചത് വളരെ വളരെ വലിയ നാണക്കേടാണ്. ഈ പറഞ്ഞതുപോലെ സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ വരുന്നതാണ് ജയിൽ വകുപ്പ്. ജയിൽ വകുപ്പിന് പ്രത്യേക മേധാവിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ ഭരണത്തിന് കീഴിൽ വരുന്നതാണ് ജയിൽ വകുപ്പ്. സ്വാഭാവികമായും 100% വലിയ പരാജയവും വീഴ്ചയുമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഗോവിന്ദചാമിക്ക് ഭിന്നശേഷിക്കാരനായ ഒരു കൈ ഇല്ലാത്ത ഗോവിന്ദചാമിക്ക് ഇത് സാധിക്കുമെങ്കിൽ അവിടെ മറ്റാർക്കൊക്കെ ഇത് സാധിക്കില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഗോവിന്ദചാമി ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലൊന്നുമല്ലോ, അതിലും വലിയ ക്രിമിനലുകളുടെ ഉണ്ട്, വേറെ ഉണ്ട്. അപ്പം ഇത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനാണെങ്കിൽ ഇനിയും ആ ജയിലിൽ കഴിയുന്ന പലർക്കും അത് സാധിക്കും എന്നുള്ളതൊന്ന്. 2, ഗോവിന്ദചാമിയെ പറ്റി നമ്മൾ കേട്ടറിഞ്ഞ അയാളുടെ ഒരു നെറ്റ്വർക്ക് വെച്ച് അയാൾ ഇവിടുന്ന് നേരെ അങ്ങ് തമിഴ്നാട് കോയമ്പത്തൂരേക്ക് എങ്ങാനും ചാടിയിരുന്നെങ്കിൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ കിട്ടുമായിരുന്നില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കാര്യം ഒരു കൈയില്ല എന്നുള്ളത് കൊണ്ടും ഈ
വാർത്ത പെട്ടെന്ന് മാധ്യമങ്ങളിൽ വരും. അതുകൊണ്ട് തന്നെ ആൾക്കാരെ ഏതെങ്കിലും തരത്തിൽ പബ്ലിക്കലി ഇത് കണ്ടാൽ, ഒരാൾ കണ്ടാൽ പോലും അത് ഗോവിന്ദച്ചാമിയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് അത്ര വേഗത്തിൽ ഇവിടുന്ന് പോകാൻ പറ്റിയില്ല. പക്ഷേ പോകാൻ പറ്റിയിരുന്നെങ്കിൽ, പുറത്തു നിന്നുള്ള ആസൂത്രണമോ അതിൻ്റെ സഹായമോ ലഭിച്ചിരുന്നെങ്കിൽ, അയാൾ പുറത്ത് ചാടുമ്പോൾ അവിടെ ഒരു വണ്ടിയും കൊണ്ട് മറ്റേതെങ്കിലും ഒരു കിണറിൽ കാത്തു നിൽക്കുകയും അപ്പോൾ തന്നെ കടത്തുകയും ചെയ്തിരുന്നെങ്കിൽ, അങ്ങ് തമിഴ്നാട് അതിർത്തി കടന്ന് കോയമ്പത്തൂരോട്ടൊക്കെ അങ്ങ് പോയിരുന്നെങ്കിൽ നമുക്ക് മഷിയിട്ട് നോക്കിയാൽ കാര്യം അവിടെ കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് അനുമാനിക്കാൻ കഴിയും. പക്ഷേ ഇതുകൊണ്ട് കഴിയും, ഈ സാഹചര്യ തെളിവ് കൊണ്ട് കഴിയും. പക്ഷേ പുറത്തു നിന്നുള്ള എന്തെങ്കിലും സഹായം കിട്ടിയിരുന്നോ എന്ന കാര്യം, അതിൻ്റെ ധൈര്യത്തിലാണോ ഇയാൾ ജയിൽ ചാടിയത് എന്ന കാര്യം ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. പക്ഷേ അകത്തു നിന്നുള്ള സഹായം കിട്ടാതെ എങ്ങനെ ഒറ്റക്കൈ മാത്രമുള്ള ഇയാൾക്ക് ഇത്രയും ആസൂത്രിതമായി ജയിൽ ചാടാൻ സാധിച്ചു എന്ന ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എങ്ങനെ ഇയാൾക്ക് ഈ കമ്പി വളയ്ക്കാൻ കഴിഞ്ഞു? അത് കുറേ ദിവസങ്ങളെടുത്തുള്ള ഒരു പ്രയത്നമാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ചോദ്യം ചെയ്യലിൽ നിന്നും സഹതടവുകാരിൽ നിന്നുമൊക്കെ ആയിരിക്കാം അത്തരം വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷേ ഇത്രയും ദിവസം എടുത്ത് ഇങ്ങനെ ഒരു കൊടും ക്രിമിനൽ ഈ പണി ചെയ്യുന്നത് ആ ജയിലിൽ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? പിന്നെ ഈ കയറി മറിയാനുള്ള ഈ വീപ്പയൊക്കെ ഇത്ര സൗകര്യത്തിന് എങ്ങനെ അവിടെ എത്തിച്ചു എന്ന ചോദ്യം പലരും രാഷ്ട്രീയ നേതാക്കളടക്കം ചോദിക്കുന്നുണ്ട്. പിന്നെ ഇയാൾക്ക് ഈ കയറാൻ വടമാക്കി മാറ്റാനുള്ള ഇത്രയും തുണി എവിടെ നിന്ന് കിട്ടിയെന്നും, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു അവസ്ഥയാണോ സെൻട്രൽ ജയിലിൻ്റെ അകത്ത് പോലും ഉള്ളത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗ്രേപ്പ് വെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഈ പറഞ്ഞതുപോലെ തടവുകാർക്കിടയിൽ എന്തെങ്കിലും ഒരു തുമ്പിട്ട് കൊടുത്തിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ ജയിൽ ഉദ്യോഗസ്ഥർ ജയിൽ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇത് പണ്ട് തൊട്ടേ യുദ്ധകാലം തൊട്ടേ ചെയ്യുന്നൊരു കാര്യമാണ്. ഒന്നൊരു വിവരം പടർത്തി വിടുക, അതുവഴി മറ്റൊരു വിവരം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞതുപോലെ ജയിലിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. തടവുകാരിൽ പലരുമായും ഈ ജയിൽ വാർഡന്മാരോ ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ ഒരു അടുപ്പം സ്ഥാപിച്ച് അവരിൽ നിന്ന് പല വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. എന്തിന് കുറ്റകൃത്യങ്ങൾ പോലും അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. അതായത് വർഷങ്ങൾക്ക് ശേഷം ഒരു സഹതടവുകാരനോട് ഒരു തടവുകാരൻ പറഞ്ഞതാണ്, ഞാൻ ഇന്ന ആളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അയാൾ ഇത് ജയിൽ അധികൃതരോട് പറയുന്നു, ജയിൽ അധികൃതർ പോലീസിനോട് പറയുന്നു. നടന്ന സംഭവമാണ്, പോലീസ് അത് അന്വേഷിക്കുന്നു, ആ കുറ്റകൃത്യം തെളിയുന്നു. അക്കാര്യം ഇത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനുള്ള മറ്റു പല വഴികളുമുണ്ട്. അതൊക്കെ പോലീസ് ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് പോലും 1.5 മാസമായിട്ട് ഇങ്ങനെ ഒരു ആസൂത്രണം ഇവിടെ നടന്നത് ജയിൽ അധികൃതർ അറിഞ്ഞില്ല എങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത്. നമ്മൾ നേരത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ സിസ്റ്റം അതൊന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ജയിൽ അധികൃതർ അറിയാതെയല്ല, അവരുടെ മൗനസമ്മതത്തോടു കൂടിയാണ് പലപ്പോഴും നടക്കുന്നത്. അല്ലെങ്കിൽ അവർ പോലും പലപ്പോഴും നിസ്സഹായരായി. കാരണം ഇതിനകത്തിരിക്കുന്ന പ്രതികൾ, അവർക്ക് പുറത്തു നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, ഇതൊക്കെ അതിലും വലിയതാണ്. അപ്പോൾ പലപ്പോഴും നിസ്സഹായരായി മാറാറുണ്ട്. പക്ഷേ ഇതുപോലുള്ളൊരു കുറ്റവാളി, ഒരു അന്യ സംസ്ഥാനക്കാരൻ, ഇത്രയും നീചമായൊരു കുറ്റകൃത്യം ചെയ്ത ആൾ, കേരളത്തിൽ എല്ലാവർക്കും ഈ ഒരു പേരും ഇയാളുടെ മുഖവുമൊക്കെ സുപരിചിതമാണ്. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഈ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിച്ചു എന്ന ചോദ്യത്തിന് തീർച്ചയായും ഭരണകൂടം ഉത്തരം പറയേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ ഈ കൂട്ടത്തിൽ പറയാനുള്ളത് ഒരു സിനിമയെ പറ്റിയാണ്. അത് 1994 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സിനിമയാണ്. ഫ്രാങ്ക് ഡെറമണ്ട് എന്ന് പറഞ്ഞ സംവിധായകൻ. ഷൗഷാങ്ക് റിഡംഷൻ അല്ലെങ്കിൽ ശശാങ്ക് റിഡംഷൻ എന്നാണ് സിനിമയുടെ പേര് നമുക്ക് വായിക്കാൻ പറ്റുക. ഒരു ജയിൽ ഭേദനത്തിൻ്റെ കഥയാണ്. അമേരിക്കയിലെ മെയിൻസിലെ ശശാങ്ക് എന്ന് പറഞ്ഞ ജയിൽ ഭേദിച്ചു എന്നുള്ളതാണ് കഥ. അതൊരു റൈറ്ററുടെ പേര് സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരു നോവലിനെ അധികരിച്ചിട്ടുള്ള, അതായത് ടീറ്റ ഹെയ്വർത്ത് ആൻഡ് ഷൗഷാങ്ക് റിഡംഷൻ എന്നാണ് നോവലിയുടെ പേര്. അതിനെ അധികരിച്ചിട്ടാണ് ഈ പറഞ്ഞ ഫ്രാങ്ക് ഡെറമണ്ട് സിനിമ എടുത്തിരിക്കുന്നത്. അതിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ടിം റോബിൻസ് ആണ് അതിനകത്തെ നായകൻ. ഒപ്പം തന്നെ മോർഗൻ ഫ്രീമാൻ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള, മോർഗൻ ഫ്രീമാനാണ് ഈ കഥ നറേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ പറഞ്ഞ ജയിൽ ചാട്ടത്തിന് വേണ്ടി ഇരട്ട ജീവപര്യന്തം കിട്ടിയ ഒരാൾ ഭാര്യയെയും ഭാര്യയുടെ കാമുകനെയും കൊലപ്പെടുത്തി എന്ന കുറ്റത്തിന് ഈ ജയിലിൽ വന്ന, അതീവ സുരക്ഷാ ജയിലിൽ വന്ന ഒരാൾ ഈ 15-20 വർഷം എടുത്ത് ജയിൽ ചാടാൻ തയ്യാറായത് എങ്ങനെ എന്നുള്ളതാണ് ആ കഥ വിവരിക്കുന്നത്. അതായത് ഒരുപക്ഷെ വളരെ കട്ടികൂടിയ കനത്തിലുള്ള ഭിത്തി ഒരു ചുറ്റിക ഉപയോഗിച്ച് തുറന്ന് ആ ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മണ്ണ് അയാളുടെ ജയിൽ വേഷത്തിൻ്റെ പാൻസിൻ്റെ പോക്കറ്റ് കീറി അത് പുറത്ത് ഈ അന്തേവാസികൾ നടക്കുമ്പോൾ ഇത് താഴേക്കങ്ങ് പോകും. അവിടെ ഒരു പടം ഒട്ടിച്ചു വെച്ചു ഈ ഭിത്തിയിൽ, ഒരു വലിയൊരു പോസ്റ്റർ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ദ്വാരമുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇത് വർഷങ്ങളെടുത്ത് ഈ മണ്ണ് മൊത്തം മാറ്റി അതിലൊരു തുരങ്കം ഉണ്ടാക്കി അതിനപ്പുറത്ത് ചാടി അവിടെ ഒരു ഡ്രെയിനേജ് പൈപ്പ് ലൈൻ ഉണ്ട്, അത് പൊട്ടിച്ച് അതിനകത്തൂടെ നേരെ
പോയി ഒരു സ്ട്രീമിലേക്കാണ് ചാടുന്നത്, അവിടുന്ന് അയാൾ രക്ഷപ്പെടുന്നു. അതിനെടുക്കുന്ന ഒരു ആസൂത്രണം ഇവിടെ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ അയാളുടെ ശരീരഭാരം കുറയ്ക്കാൻ അയാൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കടുത്ത വ്യായാമത്തിലായിരുന്നു. അയാൾ അരിഭക്ഷണം കഴിച്ചിട്ടില്ല. എങ്ങനെയൊക്കെയുള്ള നടത്തിയിട്ടുണ്ട്. ഷേവിങ് അലർജിയാണെന്ന് പറഞ്ഞ് താടി വളർത്തി എന്നൊക്കെയാണ്. കാരണം നമ്മൾ മുന്നേ ദൃശ്യങ്ങളിലൊന്നും കണ്ട ഗോവിന്ദചാമിയല്ല ഇന്ന് പിടിക്കപ്പെട്ടപ്പോൾ കാണുന്നത്. വളരെ മെലിഞ്ഞിട്ടുള്ളൊരു മനുഷ്യൻ, താടി നീട്ടി വളർത്തിയ ഒരു മനുഷ്യൻ, ഇങ്ങനെ പറഞ്ഞിട്ടാണ് താടി വളർത്തിയത് എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. എന്തായാലും ഇത് ഈ സിസ്റ്റം എന്നുള്ള അവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. തുടങ്ങിയത് അവിടെ തന്നെയാണ്, നമ്മൾ തീർക്കേണ്ടത് അവിടെ തന്നെയാണ്. സിസ്റ്റം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സിസ്റ്റത്തെ നമ്മൾ ഒഴികെയുള്ളതാണ് സിസ്റ്റം എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞാലും, ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണേ, അപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് ഇനി സിസ്റ്റത്തിനെ പഴി പറഞ്ഞാലും താങ്കളാണ് സിസ്റ്റം എന്ന് താങ്കൾ മനസ്സിലാക്കുക. പിഴവുകൾ താങ്കളുടെ വകുപ്പിൽ വളരെ കാര്യമായി നടക്കുന്നുണ്ട്. ഒന്ന്, പ്രത്യേകിച്ച് താങ്കൾ കണ്ണൂരുകാരനാണ്. കണ്ണൂരുള്ള താങ്കളുടെ അധീനതയിലുള്ള പ്രധാനപ്പെട്ട 4 സെൻട്രൽ ജയിലുകളിലൊന്ന് അവിടെ കുറച്ച് കാലമായി കേൾക്കുന്നത് ഒട്ടും നല്ലതല്ലാത്ത കാര്യങ്ങളാണ്. ഇതൊരു കറക്ഷണൽ ഹോം അല്ലെങ്കിൽ ഒരു കറക്ഷണൽ പ്രോസസ്സാണ് ഈ ജയിൽവാസം എന്ന മട്ടിലാണ് അതിനെ നിയമം വ്യവച്ഛേദിച്ചിട്ടുള്ളതെങ്കിലും അതല്ല അവിടെ നടക്കുന്നത്. ക്രിമിനലുകളായിട്ടുള്ള മനുഷ്യർക്ക് സംഘടിക്കാനും കൂടുതൽ വലിയ ക്രിമിനൽ പ്രവൃത്തികൾ ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും ഒരു സമാന്തര സർക്കാർ ഉണ്ടാക്കി അതിനകം ഭരിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് അത് മാറുന്നത് എന്നാണ് പുറത്ത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ശ്രദ്ധ വേണം, സിസ്റ്റത്തിനാണ് പ്രശ്നമെങ്കിലും. ഈ സിസ്റ്റത്തിനുള്ള പ്രശ്നങ്ങൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെ വലിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. പക്ഷേ ഈ സിസ്റ്റത്തിൻ്റെ കുത്തഴിഞ്ഞ അവസ്ഥ കാരണം ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊന്നും വാർത്തയാകുന്നില്ല, അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നുമില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്തായാലും വലിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോഴെങ്കിലും ഈ സിസ്റ്റം നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുമെന്ന പ്രത്യാശയോടുകൂടി നമുക്കിന്നത് ഇവിടെ അവസാനിപ്പിക്കാം. ദ ബിൻഡിൽ ഗ്രൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.